അസ്സലാമു അലൈക്കും. ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു വിവാഹ ജീവിതത്തെ കുറിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 18 വയസ്സുള്ളപ്പോഴാണ് കേട്ടോ എൻ്റെ കല്യാണം കഴിയണത്. ഈ 18 വയസ്സിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ആക്ച്വലി ഒട്ടും മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ. മെച്യൂരിറ്റി എന്ന് മാത്രമല്ല, ഒരു ബോധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേണം, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അതിനെ പറയുക, ഒരു ബോധവും ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് എൻ്റെ കല്യാണം കഴിയണത് കേട്ടോ. ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചൊരു എൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, എൻ്റെ ഹസ്ബൻഡിന് ആക്ച്വലി പുള്ളി ഭയങ്കര മെച്യൂർഡ് ആയിരുന്നു കേട്ടോ. ഭയങ്കര മെച്യൂർഡ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ പൊട്ടത്തരങ്ങളും കുട്ടിക്കളികളും ഒക്കെ വളരെ മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പവർ പുള്ളിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും എന്താ പറയുക, കുറച്ചൊക്കെ ഇതിൻ്റെയൊക്കെയുള്ള കുരുത്തക്കേടുകൾ കൂടുതലാകുമ്പോഴൊക്കെയുള്ള പ്രശ്നങ്ങളും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ച സമയത്തിൽ കല്യാണം കഴിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടാനായിരുന്നു. ഓക്കെ, ഒരു സുഹൃത്ത്, നല്ലൊരു എന്നെപ്പോലെ ചിന്തിക്കണം, എൻ്റെ പോലെ കാട്ടിക്കൂട്ടുന്ന, എൻ്റെ പോലത്തെ കാഴ്ചപ്പാടുകളുള്ള ഒരു വ്യക്തിനെ കിട്ടാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് കിട്ടിയത് വളരെ വ്യത്യസ്തനായൊരു സ്വഭാവമുള്ള, വളരെ എൻ്റെ ഓപ്പോസിറ്റുള്ള ഒരാൾ. ഞാൻ എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തി. വളരെ കാമായ, ക്വയറ്റായി, വളരെ ശാന്ത സ്വഭാവമുള്ളൊരു പ്രകൃതം. അങ്ങനെയുള്ള ഒരാളെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒബ്വിയസ്ലി എൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 18 years ഓൾഡിൻ്റെ ആണല്ലോ. എനിക്ക് എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നി. കാരണം ഞാൻ ചിന്തിക്കുന്നതും ആൾ ചിന്തിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പലരും പറയുമല്ലോ, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകൾ ഭയങ്കര രസമാണ്, ഭയങ്കര ത്രില്ലിംഗ് ആണ് എന്നൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ എനിക്ക് അത്ര വലിയ രസമായിട്ടൊന്നുമല്ല തോന്നിയത്. കാരണം എന്താ വെച്ചാൽ ഞാൻ വിവാഹം കഴിച്ച വ്യക്തി തികച്ചും വ്യത്യസ്തനായ ഒരു സ്വഭാവമായിരുന്നു. എൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കാമായി, വളരെ ക്വയറ്റായ ഒരു ശാന്തനായൊരു പ്രകൃതം. ഞാനെന്ന് പറഞ്ഞാൽ 18 വയസ്സും ആണ്, കുറച്ച് നല്ല പൊട്ടിത്തെറിച്ച് നല്ല ബോധമില്ലാത്തൊരു സമയമാണ്. അപ്പോൾ എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കുക തന്നെ ചെയ്തത്. ആക്ച്വലി വിവാഹം എന്നുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഇപ്പോൾ ലിവിങ് ടുഗെദർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നും ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അധികം ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷെ ലിവിങ് ടുഗെദർ, ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ വിവാഹത്തോട് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അതിനുള്ള മെയിനായുള്ള കാര്യം ഫസ്റ്റ് എൻ്റെ ബിലീവ്സ് തന്നെയാണ്. രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയത്, വിശ്വാസം നമുക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നിങ്ങളത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വിവാഹം കഴിച്ച് കുറച്ച് കാലങ്ങൾ ജീവിച്ചു തുടങ്ങുമ്പോൾ വേറൊരു വ്യക്തിയെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്. വേറെ ചിന്തയുള്ള, വേറെ സ്വഭാവമുള്ള, വേറെ കാഴ്ചപ്പാടുള്ള, വേറെ സ്വപ്നങ്ങളുള്ള ഒക്കെ ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ വന്ന് നമ്മളുടെ സ്വപ്നങ്ങളും നമ്മളുടെ പ്രതീക്ഷയും നമ്മുടെ ജീവിതവും ഒക്കെ ആയിട്ട് യോജിച്ച് പോവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. വിവാഹം എന്നുള്ളത് ഒരു വലിയൊരു കോൺട്രാക്റ്റ് ആണല്ലോ. നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകൽ പോസിബിൾ ആവില്ലല്ലോ. പക്ഷെ ഒരു ലിവിങ് ടുഗെദർ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എനി ടൈം നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് സോറി, ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്കത് പെട്ടെന്നില്ല. ഇതിന് നിയമപരമായിട്ടൊക്കെ ഒരുപാട് കുരുക്കുകളും കൂടെ അതിനുള്ളതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകല് പെട്ടെന്ന് സാധ്യമാവൂല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ തിരിച്ച് വീട്ടിൽ പോയാൽ വീട്ടിലും കയറ്റൂലല്ലോ പെട്ടെന്നൊന്നും. അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങും. ഈ അഡ്ജസ്റ്റ് ചെയ്ത് തുടക്കങ്ങളിലൊക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. മറ്റൊരു വ്യക്തിയുടെ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളോടൊക്കെ കൂടിയിട്ട് യോജിപ്പിക്കുന്നതിൻ്റെതായ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് കുറച്ച് കാലങ്ങൾ, വർഷങ്ങൾ എടുക്കും. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും ആവുന്ന ഒരു സാധനമല്ല. ഒരുപാട് സമയം എടുത്തിട്ടാവുന്ന ഒരു പ്രക്രിയയാണ്. നമ്മളപ്പോൾ എന്താ പറയുക, ഈ ഒരു വിവാഹം എന്നുള്ള ഒരു ട്രാപ്പ് അന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ട്രാപ്പിനകത്തോട്ട് നമ്മൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു തിരിച്ചുപോക്കല്ലാത്തത് കൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ അതിനൊക്കെ ഉൾക്കൊണ്ട് തുടങ്ങും. നമ്മൾ അവരുടെ സ്വഭാവത്തെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഒരു പോയിന്റിൽ ഈ 2 വ്യക്തികളും തമ്മിൽ ഒരു ട്രാക്കിലോട്ട് അങ്ങ് കയറും. അതേതാണ് ആ പോയിന്റ് എന്നുള്ളത് വല്ലാഹി എനിക്കറിയൂല. പക്ഷെ അങ്ങനെ ഒരു പോയിന്റിൽ നമ്മൾ എത്തും എന്നുള്ളതാണ് സത്യം.
ആ പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും എല്ലാം ഒന്നായിട്ട് മാറും. അതിന് ഒരുപാട് യാത്രകൾ, ഒരുപാട് ഒരുപാട് വഴികളുണ്ട് അതിലോട്ട്, ആ ട്രാക്കിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ രണ്ടും ഓപ്പോസിറ്റ് വഴികളിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളായിരിക്കും. കുറേ കാലങ്ങൾ അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മൾക്ക് ഒരുമിച്ചുള്ള ഒരുപാട് മൊമെന്റ്സ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്, നമുക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എൻ്റെ വേദന എന്നെപ്പോലെ ഉൾക്കൊള്ളാനുള്ള ചില വേദനകൾ ആ ആൾക്കും വരും. എൻ്റെ സന്തോഷം എൻ്റെ അതേ തീവ്രതയിൽ എൻജോയ് ചെയ്യുന്ന ഒരവസ്ഥ ആ പുള്ളിക്കും വരും. അങ്ങനെയുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരുപോലെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വഴികളിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോയി അങ്ങനെ ഇങ്ങനെയുള്ള വഴികളിലൂടെ നമ്മൾ കടന്നു പോയിട്ട് ഒരു 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 പോയിന്റിൽ നമ്മൾ രണ്ട് വ്യക്തികളും തമ്മിൽ ഒരു ട്രാക്കിനകത്ത് കയറും. പിന്നെ നമ്മളുടെ എല്ലാം ഒരുപോലെ ആയിരിക്കും. പക്ഷെ അത് ഒരു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഒന്നും സാധിക്കുന്ന ഒരു സാധനമല്ല. ഞാൻ ഐ ഡോണ്ട് നോ, മേ ബി എൻ്റെ വിവാഹം കഴിഞ്ഞ് 15 വർഷമായി. ഒരു 10 വർഷമെങ്കിലും മിനിമം എടുത്തിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഇതിന് മേ ബി മോർ ദാൻ 10 അല്ലെങ്കിൽ ലെസ് ദാൻ 10 ആയിരിക്കാം, എനിക്കറിയില്ല. ഏതോ ഒരു പോയിന്റിൽ ഞാൻ മനസ്സിലാക്കി, ഈ മനുഷ്യൻ എന്നെ സ്നേഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ, ഈ മനുഷ്യൻക്ക് എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് പോലെ ലോകത്ത് വേറെ ഒരു പുരുഷൻക്കും എന്നെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റൂല എന്നുള്ളത്, അതുപോലെ എന്നെ മനസ്സിലാക്കാൻ പറ്റൂല എന്നുള്ളത് ഏതോ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലായി. കാരണം ഞങ്ങളുടെ സ്വപ്നങ്ങളും ഞങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു ഒരു ആ ഒരു പോയിന്റ് എത്തിയപ്പോൾ ആക്ച്വലി ഞാൻ റിയലൈസ് ചെയ്ത് തുടങ്ങി, അല്ലെങ്കിൽ മറ്റാളും എൻ്റെ ഹസ്ബൻഡും റിയലൈസ് ചെയ്ത് തുടങ്ങി, ഞങ്ങൾ ഒരു ഡയറക്ഷനിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത്. ഞങ്ങൾക്കൊരേ ആഗ്രഹങ്ങളാണ്, ഞങ്ങളുടെ റൂട്ട് ഒന്നാണ്, ഞങ്ങൾക്ക് ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഒരേ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ആ റിയലൈസേഷൻ നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായി. പക്ഷെ അത് ഉണ്ടാവാൻ നമുക്ക് കുറേ ടൈം എടുക്കേണ്ടി വരും, പെട്ടെന്നൊരു ദിവസം ആവില്ല. അപ്പം നിങ്ങൾ പുതിയതായി കല്യാണം കഴിച്ച ആളുകൾ ഉണ്ടാവില്ല, അവരിത് കാണുന്നുണ്ടാവൂലേ? അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പുതുതായി കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ ഒരു ഇതിലൂടെയാണ് കടന്നു പോകുന്നുണ്ടാവുക ചിലപ്പോൾ. എസ്പെഷ്യലി അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ എന്താ പറയുക, ആ ഒരു വ്യക്തിയുടെ സ്വഭാവവും, നമുക്ക് സ്നേഹം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. നമ്മൾ വിവാഹം കഴിഞ്ഞ സമയത്ത് നമുക്ക് സ്നേഹം ഉണ്ടാവില്ല എന്നല്ല, നല്ലോണം സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് നമ്മളുടെ ഒരു റൂഹ് പോലെ എന്നുള്ളൊരു ഇതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത് എൻ്റെ ഹസ്ബൻഡ് എന്നുള്ള ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ആ ഒരു നമ്മൾ തന്നെയാണ് പുള്ളി എന്നുള്ള ഒരു റിയലൈസേഷനിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ടേക്ക് ടൈം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പെട്ടെന്ന് ഒരു ദിവസം ആക്കാൻ പറ്റണ ഒരു സാധനമല്ല. ഒരു 10-15 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കും എത്ര ഒരു ബ്യൂട്ടിഫുൾ ആണ് ഈ മനുഷ്യൻ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു വേറെ രൂപം തന്നെയാണ് പുള്ളി എന്നുള്ളതും, അല്ലെങ്കിൽ നമ്മൾ അവരെ അയക്കുന്നതും അവർ നമ്മൾ അയക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഒരു കുറേ കാര്യങ്ങൾ, നമ്മളുടെ ഒരേ ചിന്താഗതികളായിരിക്കും, നമുക്ക് ഒരേ കാഴ്ചപ്പാടുകൾ, ഒരേ സ്വപ്നങ്ങൾ, എല്ലതും ഒരേപോലെ ഏകദേശമൊക്കെ ഇങ്ങനെ ആയി വരും. അതിനൊരു സമയം എടുക്കും. അപ്പം നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഐ മീൻ പല ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. ചില ഭർത്താക്കന്മാർ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും, മെന്റലി ടോർച്ചർ ചെയ്യുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ള ട്രോമകളിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതൊന്നും സഹിച്ചു നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. അതിനൊന്നും ഒരാൾക്കും നമ്മളുടെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്യാനുള്ള റൈറ്റ് ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും നല്ലൊരു വ്യക്തിയാവണം എന്നുമില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം. അല്ലാതെ നമ്മളുടെ അതേ വൈബല്ല, നമ്മളുടെ അതേ തോട്ടല്ല, നമ്മുടെ അതേ കാഴ്ചപ്പാടുകളൊന്നുമല്ല എന്നുള്ള ചെറിയ ചെറിയ എക്സ്ക്യൂസുകളാണ് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം. നമ്മൾ ഏത് റിലേഷൻഷിപ്പിനും നമ്മൾ ടൈം കൊടുക്കണം. ടൈം കൊടുക്കാണ്ട് ഒരിക്കലും അത് വർക്ക് ആവില്ല. പെട്ടെന്നൊരു ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടോ 5 ദിവസം കൊണ്ടോ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിന് ഡെഫിനറ്റ്ലി ടൈം നിങ്ങൾ കൊടുക്കണം. അങ്ങനെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഗീവ് സം ടൈം. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ ആ മനുഷ്യനിൽ നിങ്ങളെ തന്നെ കണ്ടെത്തുന്ന ഒരു സമയത്തേക്ക് നിങ്ങൾ എത്തും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഐ തോട്ട്, ഞാൻ ഇന്നിങ്ങനെ ആലോചിച്ചൊരു കാര്യമായിരുന്നു. ഞാനിങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യമായിരുന്നു.
ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ളത്. കാരണം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു 6 മന്ത് നോ ഐ തിങ്ക് 4 മന്ത്സ് ബാക്ക്. ഞാൻ ലാസ്റ്റ് ഓഗസ്റ്റിൽ എന്ന് വെച്ചാൽ 4 മന്ത്സ് മേ ബി. അപ്പോൾ ഓഗസ്റ്റിൽ ഞാൻ നാട്ടിലുണ്ടായിരുന്നു. പണ്ടൊക്കെ എനിക്ക് വയ്യാണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഉണ്ടാവണം എന്നാണ് കേട്ടോ. എൻ്റെ അമ്മാൻ്റെ പ്രസൻസ്, എൻ്റെ അമ്മ എന്നെ വേണം എനിക്ക്, എന്നാലും എൻ്റെ അസുഖം മാറുള്ളൂ. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് പനി പിടിച്ച് എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസമാണ് എനിക്ക് പനി പിടിക്കുന്നത്. തീരെ വയ്യ, പക്ഷെ എന്നാലും എൻഗേജ്മെൻറ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാതെ പറ്റില്ലല്ലോ. ഞാൻ എൻഗേജ്മെൻറ്റിന് പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തലേസേ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് പനി പിടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലായിരുന്നു. ഞങ്ങൾക്ക് ഒരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിരുന്നു പുള്ളി താമസിച്ചത്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു എൻഗേജ്മെൻറ്റ് തലേദിവസം ഉണ്ടായിരുന്നത്. പിറ്റേ ദിവസം ആക്ച്വലി എനിക്ക് പനിയുള്ളതുകൊണ്ട് എൻഗേജ്മെൻറ്റിന് പോകാൻ തന്നെ ശരിക്കും വയ്യായിരുന്നു. പക്ഷെ ഞാൻ എണീറ്റ് പോയി. എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു, ഇത്ര കാലത്തിന് ശേഷം ഈ കൂടുന്ന നമ്മളെല്ലാവരും ഉണ്ടാവൂലേ, അതുകൊണ്ട് ഈ വായുവെന്നും പറഞ്ഞിട്ട് ഞാനും എൻ്റെ സിസ്റ്റേഴ്സിനെ ഒരുക്കി തീരുകയൊക്കെ ചെയ്തിട്ട് ഞാൻ പോയിട്ട് ഞാൻ എന്തോ എനിക്കൊരു ഹാപ്പിനെസ് ഇല്ല. ഞാൻ ഒട്ടും ഹാപ്പി അല്ല. ഞാൻ തീരെ വയ്യ. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ശാരീരികപരമായി വയ്യല്ലോ. എൻ്റെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിട്ട് കൂടി എനിക്ക് എന്താ പറയുക, എനിക്ക് പറ്റണില്ല അവിടെ. എൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഓക്കെ ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. എനിക്ക് വയ്യാത്തപ്പോൾ എൻ്റെ ഉമ്മയാണ് എനിക്ക് വേണ്ടിയിരുന്നത്. പക്ഷെ ഞാനൊരു 10-15 വർഷമായല്ലോ. ഇപ്പം എസ്പെഷ്യലി ഇംഗ്ലണ്ടിൽ ഞാനൊരു 13 ഇയേഴ്സായി ഞാൻ ജീവിക്കുന്നത്. അപ്പം എനിക്ക് വയ്യാതായപ്പോൾ എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് വേണമായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഞാൻ പോയി. അവിടെ ഫുഡ് കഴിച്ചിട്ടുള്ളൂ എല്ലാവരും. ഞാൻ ആരെയും കാണാൻ നിന്നില്ല. എനിക്ക് വയ്യാതായപ്പോൾ ഐ നീഡ് ഹിസ് പ്രസൻസ്. അത് എങ്ങനെയൊക്കെയോ അങ്ങനെ ആയിപ്പോയിട്ടുണ്ട്. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതാണോ ചീത്തതാണോ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത്രയും വർഷത്തെ ജീവിതത്തിൽ എപ്പോഴൊക്കെ എനിക്ക് വയ്യാതായപ്പോൾ ആ മനുഷ്യനാണ് എനിക്ക് മാറണമെങ്കിൽ പുള്ളിയുടെ പ്രസൻസാണ് എനിക്ക് വേണം എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തിട്ടു. എൻ്റെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ എല്ലാവരും കൂടെ ഞാൻ അങ്ങനെ ഒരു ഇവൻറ്റിൽ തന്നെ പങ്കെടുക്കുന്നത് അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ്. എന്നിട്ട് ഞാൻ തിരിച്ച് ഇതൊന്നും വേണ്ട വെച്ചിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയി. എനിക്ക് ആ വീട്ടിൽ പോയി ഞാൻ അവിടെ കിടന്നു. അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അന്നേരമാണ് ശരിക്കും ഞാൻ ഒരു ഹാപ്പിനെസ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഒന്ന് കാമായ പോലെ, എൻ്റെ അസുഖം മാറുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യമാണ്, അതെന്താ അങ്ങനെ, എന്തുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത് എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും വർഷങ്ങളാവൂലേ നമ്മളിങ്ങനെ ജീവിച്ചിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളെ ലൈഫിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നിങ്ങളെ പാർട്ട്ണർക്ക് വലിയൊരു സ്പേസ് വരും. പക്ഷെ ആ സ്പേസിന് നിങ്ങൾ സമയം കൊടുക്കണം. പെട്ടെന്നൊരു ദിവസം വരുന്ന കാര്യമല്ല. അത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇൻഷാ അള്ളാ പഠിച്ചോ നിങ്ങളുടെ ഏത് തളർച്ചയിലും കൂടെ നിൽക്കുന്ന ഒരു ഇണയും തുണയായിട്ട് നിങ്ങൾക്ക് ആവാൻ സാധിക്കും. അത് നിങ്ങൾ മാരേജ് തന്നെ ചൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാത്ത ഏത് റിലേഷൻഷിപ്പും ഗിവപ്പ് ചെയ്യാൻ ഈസിയാണ്. ആ ഗിവപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളിലോട്ട് പോവുകയും ആ ആളുകളിൽ നിന്നൊന്നും നമുക്ക് ഹാപ്പിനെസ് കിട്ടാതെ അല്ലെങ്കിൽ നമ്മളാവാൻ പറ്റാതെ തിരിച്ചു വരികയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കും. അതിലും എത്രയോ ബെറ്ററാണ് നമുക്കൊരു പാർട്ട്ണറിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നമ്മൾക്കത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും ചെയ്യും. അപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ നല്ല കാര്യങ്ങൾക്കും ടൈം എടുക്കും. പെട്ടെന്നൊരു ദിവസമോ 2 ദിവസമോ കൂടുമ്പോൾ നമുക്ക് ഒന്നും തന്നെ പെട്ടെന്ന് ഉണ്ടാവില്ല. എല്ലാത്തിനും സമയം എടുത്തിട്ടേ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബിസിനസ് ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എന്ത് തന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ടൈം കൊടുക്കണം. ടൈം കൊടുക്കാതെ ഇന്ന് തന്നെ എനിക്ക് വേണം, വെച്ച വാഴ അപ്പം തന്നെ കൊൽക്കണം എന്ന് അങ്ങനത്തെ ഒരു ചൊല്ലില്ലേ, അതുപോലെ നടക്കൂല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അതിപ്പോൾ ഒരു ഫിസിക്കലായിട്ട് നിങ്ങൾ അബ്യൂസ് ചെയ്യുക, മെൻ്റലി നിങ്ങൾ ടോർച്ചർ ചെയ്യാത്ത ഒരു റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ പ്ലീസ് ഗിവ് സം ടൈം. ഇൻഷാ അള്ളാ നിങ്ങൾ ആ ഡെസ്റ്റിനേഷനിൽ ഡെഫിനറ്റ്ലി എത്തും. ഇൻഷാ അള്ളാ നിങ്ങളതിൽ ഭയങ്കര ഹാപ്പി കാണുകയും ചെയ്യും. അപ്പോൾ ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും.